ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനുമോളും രേണുസുധിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ രേണുസുധി വീട്ടിൽ പോകണം എന്നുള്ള പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ അടുത്ത് വിളിച്ചിരുത്തി രേണുസുധിനോട് പറയുന്നുണ്ട്, ചേച്ചി ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോ നമ്മളുടെ ലൈഫിൽ നമുക്ക് ഒറ്റ തവണ കിട്ടുന്ന ഒരു ചാൻസാണ്. ചേച്ചി ഇവിടെ നിൽക്കുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കില്ല. പക്ഷേ ചേച്ചീൻ്റെ വീട്ടിൽ തിരിച്ചെത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ ദിവസം അന്ന് തന്നെ ചേച്ചിക്ക് ഭയങ്കര വിഷമാവും. നമുക്ക് ഒരു തവണ ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ കിട്ടുള്ളൂ. ചേച്ചി അത് പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക. ചേച്ചിക്കിപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, ചേച്ചിക്ക് വേറെ ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ലയെന്ന് രേണുസുധി പറയുന്നുണ്ട്. ചേച്ചീൻ്റെ മോൻ്റെ കാര്യം, ചേച്ചീൻ്റെ മോനിപ്പോൾ 6 വയസ്സായില്ലേ, എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ ചേച്ചീൻ്റെ മോന്. അവനും സ്വന്തം ഭക്ഷണം കഴിക്കില്ലേന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രേണു പറയുന്നുണ്ട്, അവൻ ഭക്ഷണമൊക്കെ കഴിക്കും, എൻ്റെ ചേച്ചീൻ്റെ പിള്ളേരൊക്കെ ഉണ്ട്. അപ്പോൾ അവൻ അവിടെ ഹാപ്പിയാണ്. ചേച്ചി ഇവിടെ വന്നിരിക്കുന്ന അവന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചേച്ചി ഇവിടെ മാക്സിമം പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞാൽ ചേച്ചീൻ്റെ ജീവിതകാലം മുഴുവൻ ചേച്ചി അവൻ്റെ കൂടെയല്ലേ ജീവിക്കുന്നത്. നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാമല്ലോ. ചേച്ചി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോകണം എന്നൊന്നും പറയണ്ട. ചേച്ചി ഇപ്പോൾ ഇവിടെ നന്നായി ഗെയിം കളിക്കുന്നില്ലേ, ചേച്ചീൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നില്ലേ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് വന്നാൽ പ്രതികരിക്കുന്നില്ലേ? ഞാൻ നന്നായി പ്രതികരിക്കുന്നുണ്ടെന്ന് രേണുസുധി പറയുന്നുണ്ട്. അപ്പം പിന്നെ എന്താ ചേച്ചിക്ക് കുഴപ്പം? വേറെ പ്രശ്നമൊന്നുമില്ല. ചേച്ചിനോട് ലാലേട്ടൻ എങ്ങാനും ഈ ആഴ്ച ഇതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ പ്രേക്ഷകർ തീരുമാനിക്കുമ്പോഴേ ഞാൻ ഇനി വീട്ടിൽ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ മതി. അതുവരെ ചേച്ചി ഇവിടെ അടിപൊളിയായിട്ട് നിൽക്കുക. വേറെ ഒരു ചിന്തയും വേണ്ട. ചേച്ചി നന്നായി തന്നെയാണ് ഗെയിം കളിക്കുന്നത്. ചേച്ചി എല്ലാ കാര്യങ്ങളും നന്നായി തന്നെയാണ് ചെയ്യുന്നത്. വേറെ കുഴപ്പമൊന്നും ചേച്ചിക്കില്ല. ഞാൻ പറഞ്ഞത് കേട്ടോ, പോണെന്ന് പറയുമോ? ഇല്ലയെന്ന് രേണുസുധി പറയുന്നുണ്ട്. ഇല്ലയെന്ന് സത്യം പറഞ്ഞേ, ഇല്ലയെന്ന് രേണുസുധി അനുമോളോട് പറയാം. എന്നാൽ വേഗം പോയി കിടന്നുറങ്ങിക്കോ, ഒരു ടെൻഷനും അടിക്കണ്ട, ചേച്ചി പോയി സമാധാനത്തോടെ കിടന്നുറങ്ങിക്കോ എന്ന് അനുമോൾ പറയുന്നുണ്ട്.